ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. നാളെയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല നിശ്ചയം, എനിക്കിന്നത് ചെയ്യാൻ സാധിക്കും എന്ന് നല്ല ഉറപ്പ്. എന്നാൽ നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ ജീവൻ നശ്വരമാണ് എന്ന്. നിങ്ങളുടെ ജീവൻ ക്ഷണികമാണ് എന്നറിയുന്നില്ല. ഈ ആയുസ് എത്രയോ താൽക്കാലികമാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലെങ്കിലും നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. നിങ്ങൾ പുകഴുന്നു. നിങ്ങൾ സ്വയം ധൈര്യപ്പെടുന്നു. സ്വയം തന്നെ ഉറപ്പിക്കുന്നു.
ഈ സ്വഭാവം, ഞാനിത് ചെയ്യും, ഞാൻ ഇന്നത് സാധിക്കും, ഞാൻ ഇന്നത് നേടും, ഇന്ന കാര്യം എന്നെക്കൊണ്ട് കഴിയും എന്ന് ചിന്തിക്കുന്നതും പറയുന്നതും പൈശാചിക സ്വഭാവമാണ്, ലൂസിഫറിൻ്റെ സ്വഭാവമാണത്. നാം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. 14-ാം അധ്യായം 12-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതർക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. അരുണോദയപുത്രനായ ശുക്ര, നീ അങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. കാലാതീത കാലങ്ങൾക്ക് മുൻപ്, എന്നോ ഒരു ദിവസം, എന്നോ ഒരിക്കൽ നിത്യനായ ദൈവത്തോട് സാത്താൻ മത്സരിച്ചു. അന്ന് അവൻ ശോഭാപരിപൂർണനായിരുന്നു, അവൻ തേജസ്സുള്ളവനായിരുന്നു, അവൻ ബുദ്ധികൂർമ്മതയുള്ളവനായിരുന്നു. ലൂസിഫർ, സാത്താൻ ദൈവത്തോട് മത്സരിച്ചു. അവൻ മത്സരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ ഇന്നത് ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമപർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെയാക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. എല്ലാവരുടെയും മുമ്പിൽ നീ ലജ്ജാപാത്രമായി തീരും. എല്ലാവരുടെയും മുമ്പിൽ നീ നിന്ദിതനായി തീരും. നീ അഹങ്കരിച്ചു. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. മാലാഖമാരുടെ ഒരു കൂട്ടത്തിൻ്റെ തലവനായിരുന്നു ഈ ലൂസിഫർ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശവും ഭൂമി സൃഷ്ടിച്ചത് എന്നോ ഒരു ആദിയിലാണ്. അറിഞ്ഞുകൂടാ ആദി എന്നാണെന്ന്. അതേതെങ്കിലും വർഷം നമുക്ക് കണക്കൂട്ടാൻ പറ്റുകയില്ല. എത്രയോ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം. എന്നോ ഒരിക്കൽ ആദിയിൽ, ഏതോ ഒരാദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു എന്നുള്ളത് ശരിയായി മൂലഭാഷയിൽ തർജ്ജമ ചെയ്യുമ്പോൾ ഭൂമി പാഴായും ശൂന്യമായും തീർന്നു എന്നാണ്. പാഴായും ശൂന്യമായി ഇരുന്നു എന്നല്ല. ഭൂമി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പാഴ്ശൂന്യമല്ലായിരുന്നു. സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ക്ഷീണാവസ്ഥയിലല്ലായിരുന്നു. ഏതോ ഒരു നാൾ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു. അന്ന് ഭൂമി പാഴ്ശൂന്യമായിരുന്നില്ല. എങ്ങനെയാണ് ഈ ഭൂമി പാഴ്ശൂന്യമായി തീർന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കൂട്ടം മാലാഖമാർ സാത്താൻ്റെ നേതൃത്വത്തിൽ മത്സരിച്ചു. സാത്താൻ മത്സരിച്ചു. ലൂസിഫർ എന്നാണ് അവൻ്റെ പേര്. അവൻ മത്സരിച്ചപ്പോൾ ദൈവത്തോട് സമനാകുമെന്ന് പറഞ്ഞു. സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളുമെന്ന് പറഞ്ഞു. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറുമെന്ന് പറഞ്ഞു. അവൻ സ്വയം അഹങ്കരിച്ച് ദൈവത്തോട് സമനാകുമെന്ന് അവൻ തന്നെ ധിക്കരിച്ച് പറഞ്ഞതുകൊണ്ട് അവൻ നിത്യനായ ദൈവത്തിൻ്റെ വെട്ടേറ്റ് താഴെ പോകേണ്ടി വന്നു. അങ്ങനെ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് സാത്താനും അവൻ്റെ ദൂതന്മാരും തള്ളപ്പെട്ടു. ഈ ആയാർ എന്ന് പറയുന്ന ഈ ഭൗമ അന്തരീക്ഷം അത് പൈശാചിക സേനയുടെ താവളമായി മാറി. പൈശാചിക സേനകൾ ഈ ആയാറിൽ കുടിയിരിക്കുന്നു. ആയാറിൽ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നു. ഇവിടെ പാഴ്ശൂന്യമായി തീരാൻ കാരണം അങ്ങനെയാണ്. എത്രയോ കാലങ്ങൾ പാഴ്ശൂന്യമായി കിടന്നതിന് ശേഷമാണ് പിന്നെ സൃഷ്ടികർമ്മങ്ങൾ പലതും നടക്കുന്നത്. പിന്നെ നടക്കുന്ന സൃഷ്ടിപ്പിൻ്റെ വിവരണങ്ങളെല്ലാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്ന വിവരണങ്ങളെല്ലാം
എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത്. ഭൂമി പാഴുശൂന്യമായി തീർന്നതിന് ശേഷം പിന്നീട് നിത്യനായ ദൈവത്തിൻ്റെ മഹാകാരുണ്യത്താൽ ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും. ദൈവത്തിൻ്റെ അതേ സ്വഭാവത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കി. പക്ഷേ മനുഷ്യൻ പിശാചിന് ഇടം കൊടുത്തു. അവൻ പിശാചിൻ്റെ വകയായി തീർന്നു. അങ്ങനെ പിശാചിൻ്റെ കാരാഗൃഹത്തിൽ അവൻ അടയ്ക്കപ്പെട്ടു. സാത്താൻ്റെ ജയിലിൽ അവൻ അടയ്ക്കപ്പെട്ടു. മനുഷ്യൻ്റെ ഹൃദയത്തിൽ സാത്താൻ വാണു. സാത്താൻ്റെ കാരാഗൃഹത്തിൽ മനുഷ്യൻ ജീവിച്ചു. അങ്ങനെ മനുഷ്യരെല്ലാവരും പാപികളായി തീർന്നു. ഏകമനുഷ്യൻ്റെ പാപത്താൽ അനേകർ പാപികളായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഏകമനുഷ്യനായി ആദാം പാപം ചെയ്തതുമൂലം മനുഷ്യജാതി മുഴുവനും പാപഗ്രസ്തരായി തീർന്നു. പാപത്തിന് ശാപത്തിന് അടിമകളായി തീർന്നു. അങ്ങനെ നമ്മിൽ പ്രകൃതിയാ പാപമുണ്ടായി. നാം പാപം ചെയ്തില്ലെങ്കിൽ നാം പാപികളാണ്. പാപത്തിൻ്റെ പ്രവൃത്തി ചെയ്തില്ല, പാപത്തിൻ്റെ വാക്ക് പറഞ്ഞില്ല, പാപത്തിൻ്റെ ചിന്തിച്ചില്ല, പക്ഷേ നാം പാപികളാണ്. കാരണം ആദാം പാപം ചെയ്തതുമൂലം നാം പാപത്തിൻ്റെ പ്രകൃതിയുള്ളവരായി തീർന്നു, പാപത്തിൻ്റെ സ്വഭാവമുള്ളവരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ പാപത്തിൻ്റെ സ്വഭാവം? ഞാൻ ഇന്നത് ചെയ്യും, എനിക്ക് നേടണം, ഞാൻ നേടിയിരിക്കും, എനിക്ക് ഒന്നാമനാകണം, എനിക്ക് പ്രസിദ്ധനാകണം, എനിക്ക് ഉയരണം, എനിക്ക് ദൈവത്തോട് സമനാകണം, എനിക്ക് ദൈവത്തിൻ്റെ സമാപർവ്വതത്തിന്മേൽ ഇരുന്നരുളണം, എനിക്ക് എൻ്റെ ഈ ഒരു ചിന്ത മനുഷ്യനിൽ വരുന്നത് സാത്താന്യ പ്രകൃതിയാണ്. അഥവാ ഇഗോ എന്ന് പറയുന്ന സെൽഫ് സാത്താന്യ പ്രകൃതിയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇഗോ സാത്താൻ്റെ പ്രകൃതിയാണ്. ഇഗോ സാത്താൻ്റെ സ്വഭാവമാണ്. എന്നാൽ ഇഗോ എന്ന സെൽഫ് സ്വയം ഇല്ലാത്തവരാരുമില്ല താനും. നാം എല്ലാം സാത്താൻ്റെ പ്രകൃതിയുള്ളവരാണ്. നമുക്കെല്ലാം ഉണ്ട് ഒരു സ്വയം, ഞാൻ എന്നുള്ളൊരു ഭാവം എല്ലാവർക്കും ഉണ്ട്. ഏറിയും കുറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ചിലത് ഒളിഞ്ഞായിരിക്കും, ചിലത് തെളിഞ്ഞായിരിക്കും, ഒളിഞ്ഞും തെളിഞ്ഞും. എന്നാൽ ഈ ഇഗോ എന്ന ആ ഞാൻ എന്നിൽ മരിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു എന്നിലൊന്ന് വാഴണം. യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴുമ്പോൾ എൻ്റെ ഇഗോ മരിക്കും, എൻ്റെ സ്വയം മരിക്കണം. അത് ഒരൊറ്റ ദിവസം കൊണ്ട് നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു മാനസാന്തരം ഉണ്ടാകുമ്പോഴേക്കും ഇഗോ മുഴുവൻ മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇഗോ എന്ന ആ ഭീകര സ്വഭാവം മരിച്ചു കിട്ടുക എന്ന് പറയുന്നത് മരണത്തോളമുള്ള ഒരു പ്രക്രിയയാണ്. എന്നുമെന്നും എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഇഗോ എന്ന ഞാനോട് ഞാൻ യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാനെന്ന ഇഗോയോട് ഞാൻ യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാനെന്ന സ്വയത്തോട് ഞാൻ യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നുമെന്നും ആ ഇഗോയെ അടിച്ചമർത്തി നിശേഷം ചൈതന്യമില്ലാത്തതാക്കി തീർക്കുമ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്ന അനുഭവം എനിക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്. നിരന്തരം ഇഗോയോട് യുദ്ധം ചെയ്യണം, നിരന്തരം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്നുള്ള ആ പ്രവണതയോട് നാം യുദ്ധം ചെയ്യണം. എനിക്ക് എൻ്റേത് എന്നുള്ള പ്രവണത നാം മാറ്റണം. നമുക്ക് എൻ്റേതല്ല എൻ്റെ യേശുവിൻ്റേത് എന്ന് വരണം. എൻ്റെ പുകഴ്ചയല്ല യേശുവിൻ്റെ മഹത്വം എന്ന് വരണം. എൻ്റെ പുകഴ്ചയല്ല യേശുവിൻ്റെ മഹത്വം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്ഥാനമല്ല യേശുവിൻ്റെ സ്ഥാനം. എൻ്റെ മഹത്വമല്ല യേശുവിൻ്റെ മഹത്വം. എൻ്റേതെല്ലാം യേശുവിന്. ദൈവത്തിന് സ്തോത്രം. എൻ്റേതെല്ലാം യേശുവിന് അടിയറ വയ്ക്കുമ്പോഴാണ് യേശു എന്നിൽ വാഴുന്നത്. യേശു എന്നിൽ വാഴുന്നതാണ് വാസ്തവ ക്രിസ്തീയ ജീവിതം, യേശു ക്രിസ്തു വാഴുന്ന ജീവിതം. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനത്തിൽ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ ക്രൂശിക്കപ്പെട്ടു, എൻ്റെ സ്വയം ക്രൂശിക്കപ്പെട്ടു. ഇത് നാം അനുഭവിക്കണം. അത് തുടങ്ങുന്നതാണ് മാനസാന്തരം. മാനസാന്തരം കൊണ്ട് വല്ല പൂർത്തിയാവുകയില്ല. മാനസാന്തരപ്പെട്ടു, ജീവിതവും തിരിഞ്ഞു. മദ്യപാനം വിട്ടു, കൊള്ളരുതായ്മകൾ വിട്ടു, പല ചീത്ത ബന്ധങ്ങൾ വിട്ടു, അഴുക്ക് കൂട്ടുകെട്ടുകൾ വിട്ടു, പണാപഹരണ സ്വഭാവം വിട്ടു, അത്യാഗ്രഹമോ ദുരാഗ്രഹമോ വിട്ടു, പല ജീവിതത്തിൽ വരുന്നതായ പാപങ്ങൾ പലതും വിട്ടു. ശരിയാണ്, പ്രവൃത്തിയിലുള്ളതെല്ലാം വിട്ടു. പക്ഷേ എൻ്റെ ഇഗോ ഞാൻ വിട്ടിട്ടില്ല.
എൻ്റെ ഈഗോ ക്രൂശിക്കണം, നിരന്തരം ക്രൂശിക്കണം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ആ ജീവിത അനുഭവം എത്ര ശ്രേഷ്ഠമാണ്, എത്ര ഉന്നതമാണ്. ഞാനില്ല എന്ന് ചിന്തിക്കുന്നതായ ചിന്ത, എൻ്റെ അഭിപ്രായമില്ല, എൻ്റെ ഇഷ്ടമില്ല, എൻ്റെ കാഴ്ചപ്പാടുകളില്ല, എല്ലാം പാപമുള്ളത്. എൻ്റെതെന്ന് പറയുന്നതിലെല്ലാം പാപമുണ്ട്, പാപത്തിൻ്റെ അംശമുണ്ട്. എൻ്റെ നന്മപ്രവൃത്തികൾ പോലും പാപത്തിൻ്റെ അംശമുള്ളതാണ്. ഞാൻ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നു, അത് മറ്റുള്ളവർ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രശംസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നല്ലതുപോലെ ഇത് പ്രാർത്ഥിക്കുന്നു, അത് മറ്റുള്ളവർ ആസ്വദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നല്ലതുപോലെ പ്രസംഗിക്കുന്നു, മറ്റുള്ളവരത് നല്ലത് എന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം ഒരു ഞാനുണ്ട്. ഞാൻ, പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിലുണ്ട്, ഞാൻ ഭൗതിക ജീവിതത്തിലുണ്ട്. ഈ ഞാനെന്ന ആ ഭീകര സത്വത്തോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതത്ര നിസ്സാര കാര്യമല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് അനുഭവിക്കണം. വെറുതെ തള്ളിക്കളയരുത്. നിരന്തരം നാം അതിനുവേണ്ടി ജാഗരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയെല്ലാമാണ് ഈ സ്വയം വ്യാപരിക്കുന്നത്. ഈ സ്വയം ഉള്ളതുകൊണ്ടല്ലേ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ വഴക്കുണ്ടാകുന്നത്. ഈ സ്വയം ഉള്ളതുകൊണ്ടല്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കം ഉണ്ടാകുന്നത്. ഈ സ്വയം ഉള്ളതുകൊണ്ടല്ലേ ചെറുപ്പക്കാർ അനുസരണക്കേട് കാണിച്ച് അവർ നാനാ വഴിക്ക് പോയി നശിക്കുന്നത്. ഈ സ്വയം ഉള്ളതുകൊണ്ടല്ലേ കോളേജുകളിൽ റാഗിങ് ഉണ്ടാകുന്നത്. ഈ സ്വയം ഉള്ളതുകൊണ്ടല്ലേ പലരും ജീവിതം ഉഴപ്പിക്കളയുന്നത്. എല്ലാം സ്വയം എന്ന് പറയുന്ന ഒരു ഭീകര രൂപി എന്ന് പറയാമോ, ഭീകര ശത്രു എന്ന് പറയാം. ഈ ഭീകര ശത്രു അവൻ്റെ ആധിപത്യം പുലർത്തുന്നു. വിടാൻ പറ്റുമോ നിങ്ങൾക്ക്? മനസ്സോട് വിടാൻ പറ്റുമോ? സ്വയത്തെ വിടാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. അതിനാണ് നിങ്ങൾ ക്രൂസിലേക്ക് നോക്കണമെന്ന് പറഞ്ഞത്. ക്രൂസിലേക്ക് നോക്കണം. സ്വയം ക്രൂശിക്കപ്പെടും. സ്വയമെന്ന ഞാൻ ക്രൂശിക്കപ്പെടുന്നു. തത്വത്തിൽ പറയാം, ക്രൂസിൻ്റെ ഈ വശത്ത് ഞാൻ ക്രൂശിക്കപ്പെടുന്നു, മറുവശത്ത് യേശു ക്രൂശിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ക്രൂസിൻ്റെ ഈ വശത്ത് യേശു ക്രൂശിക്കപ്പെടുന്നു, മറുവശത്ത് ഞാൻ ക്രൂശിക്കപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് ആലങ്കാരികമായി പറയാം. പക്ഷേ അത് അനുഭവിക്കണം. ഞാൻ ക്രൂശിക്കപ്പെട്ടു. ഇനി എൻ്റെ അഭിപ്രായമില്ല, ഇനി എൻ്റെ സ്വന്തം ശരിയില്ല, എൻ്റെ ആത്മീയമില്ല, എൻ്റെ ആത്മീയ ശുശ്രൂഷ പോലും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാകുമോ? ആത്മീയ ശുശ്രൂഷ പോലും ഇനി എൻ്റെ ഇല്ല. വിട്ടു. എനിക്ക് ആരും ആകണ്ട, എനിക്കൊന്നും ആകണ്ട. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്കൊന്നും ആകണ്ട, എനിക്ക് ആരും ആകണ്ട. എനിക്ക് യേശുവിൻ്റെ മഹത്വം, സ്തോത്രം. എൻ്റെ ആത്മീയം പോലും യേശുവേ നിൻ്റെ ഹൃദയത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ പോലും യേശുവേ അത് നിൻ്റെ ഇഷ്ടപ്രകാരം നിൻ്റെ ഹൃദയത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. എനിക്ക് എൻ്റേതില്ല, സ്തോത്രം. എൻ്റെ ശരിയുമില്ല. ഞാൻ ശരിയെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത് പലതും ശരിയല്ലായിരിക്കാം, എനിക്കറിയാൻ പാടില്ല. എൻ്റെ ശരിയുമില്ല. ഞാൻ എൻ്റെ ശരിയിൽ കടിച്ചു തൂങ്ങി പിടിച്ച് നിൽക്കുകയില്ല. ഞാൻ എൻ്റെ ശരി പോലും ഞാൻ വിട്ടുകളയുന്നു. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ശരി പോലും ഞാൻ വിട്ടുകളയുന്നു. എൻ്റെ ശരിയില്ല, യേശുവിൻ്റെ ശരി. എൻ്റെ ആത്മീയമില്ല, യേശുവിൻ്റെ ആത്മീയം. യേശുമയമായ ഒരു പ്രകൃതി, സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ നിസ്സാര മനുഷ്യനായ ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രയോ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഭീകരനായ ശത്രുവാണ് ഈ സ്വയം. എൻ്റെ സ്വയത്തോടെ ഞാൻ എത്രമാത്രം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും ഞാനും തികഞ്ഞില്ല, ഞാനും പെർഫെക്റ്റ് ആയില്ല, എനിക്കറിയാം. സ്വയത്തോട് ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്വയം യേശുവിൻ്റെ കൃപയ്ക്ക് കീഴേ വരണം. യേശുവിൻ്റെ കൃപയുടെ നിഴലിൻ കീഴിൽ വരണം. യേശുവിൻ്റെ ചെറിയ കീഴേ വരണം. യേശുവിൻ്റെ കുരിശിൻ കീഴേ വരണം. യേശുവേ, നിൻ്റെ ശ്രീഭായുടെ ചെറിയ കീഴിൽ എൻ്റെ സ്വയത്തെ നീ മറയ്ക്കണം. എൻ്റെ സ്വയത്തെ നീ ഛേദിച്ച് കളയണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇങ്ങനൊരു ജീവിതത്തിന് വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? ഇനി നമുക്ക് യാക്കോബിന്റെ ലേഖനം 4:13 വായിക്കാം. ഞാൻ എന്ന ആ ഒരു സ്വയം തകരാതെ ആത്മീയ ജീവിതം സാധ്യമല്ല. പ്രായോഗികമാണ് താനും. വായിക്കാം. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനത് പാപം തന്നെ. ഇന്നോ നാളെയോ
ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പീൻ. നിങ്ങൾക്കിങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഞാൻ അവിടെ ചെല്ലും, ഞാൻ അവിടെ ഒരാണ്ട് കഴിക്കും, ഞാൻ അവിടെ വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ ചെല്ലുമെന്നതാണ് ഉറപ്പ്? നിങ്ങൾ നാളെ ഒരു ദിവസം അവിടെ എത്തുമെന്നാണ് ഉറപ്പ്? നിങ്ങളവിടെ ഒരാണ്ട് കഴിയുമെന്നെന്താണ് ഉറപ്പ്? ഒരാണ്ട് അവിടെ താമസിക്കുന്നതാണ് ഉറപ്പ്? ആ വിദേശ പട്ടണത്തിൽ നിങ്ങൾ പോയി ഒരാണ്ട് കഴിച്ച് അവിടെ വ്യാപാരം ചെയ്യുമെന്നെന്താണ് ഉറപ്പ്? ഒന്നും ഉറപ്പില്ല. അതുകൊണ്ട് ഒന്നും പ്ലാൻ ചെയ്യണ്ട എന്നല്ല, പ്ലാൻ ചെയ്യാം, പദ്ധതികൾ തയ്യാറാക്കാം, എല്ലാം പ്രോഗ്രാംസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം, ഇതെല്ലാം ക്ഷണികം, ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്നു കർത്താവേ നിൻ്റെ ഹിതപ്രകാരം മാത്രം. യേശുവേ നിൻ്റെ ഹിതത്തെ ഞാൻ വിട്ടുതരുന്നു, എൻ്റേതില്ല കർത്താവേ, എൻ്റെ ഈ പ്ലാനും പദ്ധതിയും ഇല്ല, എൻ്റെ പ്രോഗ്രാമില്ല, എൻ്റെ പരിപാടിയില്ല, എൻ്റെ ഇഷ്ടമില്ല കർത്താവേ, എൻ്റെ പ്ലാനിങ് ഇല്ല. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങളറിയുന്നില്ലല്ലോ, നാളത്തേത് അറിയുന്നില്ലല്ലോ. എന്തെല്ലാം പ്ലാൻ ചെയ്യുന്നു നാം ഈ ഭൂമിയിൽ, എന്തെല്ലാം. ദൈവത്തിന് സ്തോത്രം. നാം എന്തെല്ലാം മധുര കിനാക്കൾ മെനയുന്നു, മോഹന സ്വപ്നങ്ങൾ നാം മെനഞ്ഞുണ്ടാക്കുന്നു, ഇല്ലേ? അനേകം സ്വപ്നങ്ങളുണ്ട് നമുക്ക്, നല്ല നല്ല ആഗ്രഹങ്ങളാണ്, ശരി, പല ആഗ്രഹങ്ങളും. എന്താണ് ഉറപ്പ്? അതെല്ലാം നടക്കും. എന്താണ് ഉറപ്പ്? നമ്മുടെ മനസ്സിൽ അതുകൊണ്ട് ആഗ്രഹങ്ങൾ വേണ്ട എന്നല്ല, അംബീഷ്യസ് ആയിരിക്കണം എന്ന് ഞാൻ പറയും. അംബീഷ്യസ് ആയിരിക്കണം, ആഗ്രഹങ്ങൾ വേണം. നിങ്ങൾക്ക് ചെറുപ്പക്കാരോട് ഞാൻ പറയും, നിങ്ങൾ അംബീഷ്യസ് ആകണം. നിങ്ങൾ ജീവിതത്തിൽ ചില നല്ല ശുഭകരമായ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തണം, നല്ലതാണ്, തെറ്റില്ല. ദൈവത്തിന് സ്തോത്രം. ചില പിള്ളേരോട് ചോദിക്കുമ്പോൾ പറയും, എന്താ മനി നിനക്ക് എന്താണ് ആകാനൊക്കെ ആഗ്രഹം? എനിക്കൊരു അധ്യാപകനാകണം. ഒരാൾ പറയുകയാണ് എനിക്കൊരു അധ്യാപകനാകണം. ഒരാൾ പറയുന്നു എനിക്കൊരു എൻജിനീയർ ആകണം. ഒരാൾ പറയുന്നു എനിക്ക് ഒരു ബിസിനസ്മാൻ ആകണം. ഒരാൾ പറയുന്നു എനിക്ക് പോലീസ് ഓഫീസറാകണം. അല്ല, എന്തും ആകാം. ആഗ്രഹങ്ങൾ തെറ്റില്ല. എനിക്കൊരു IAS ഓഫീസറാകണം, വെൽ ആൻഡ് ഗുഡ്, നല്ലത്, തീർച്ചയായിട്ടും നല്ലത്, ആകാമല്ലോ, ആകാം. നല്ല ആഗ്രഹങ്ങൾ വെച്ച് പുലർത്താം. പക്ഷേ ഞാനത് നേടിയിരിക്കും എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റുകയില്ല. കാരണം ദൈവത്തിൻ്റെ കൃപയാൽ, കർത്താവേ നിനക്ക് കൃപയുണ്ടെങ്കിൽ, എനിക്കങ്ങനെ ആഗ്രഹമുണ്ട്, നിനക്ക് കൃപയുണ്ടെങ്കിൽ. ഇപ്പോൾ എൻട്രൻസ് ടെസ്റ്റിന് എഴുതുകയാണ്, എൻട്രൻസ് ടെസ്റ്റ്, മെഡിസിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിനോ എൻട്രൻസ് ടെസ്റ്റിന് പോകുന്നു. കർത്താവേ എൻ്റെ ആഗ്രഹം ഈ പ്രാവശ്യം എനിക്കിത് പാസ്സാകണമെന്നാണ്, അതെൻ്റെ ആഗ്രഹമാണ്. എൻ്റെ ഈ ആഗ്രഹം തിരുമുമ്പാകെ ഞാൻ വയ്ക്കുന്നു. നിനക്ക് ഹിതമാണെങ്കിൽ, എൻ്റെ ഏറ്റവും നല്ലത് നീ ചെയ്തു തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിനക്ക് ഹിതമാണെങ്കിൽ നീ ഇത് സാധിപ്പിച്ചു തരണം. കർത്താവേ നിൻ്റെ വചനം എനിക്ക് ഓർമ്മയുണ്ട്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് വാർത്ത് വിശ്വസ്തയാചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഞാൻ ആ വാക്യം വിശ്വസിക്കുന്നു. നീ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് കർത്താവേ. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ചില വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പാലിച്ചു കൊള്ളാം. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളതിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു വിവാഹാലോചന വരുന്നു, കർത്താവേ നിനക്ക് ഹിതമാണെങ്കിൽ, അത് വേറെ ആരോട് ചോദിക്കാൻ പോകണ്ട. നിങ്ങളുടെ വീട്ടിലുള്ളവർ, നിങ്ങളുടെ സ്വന്തപ്പെട്ടവർ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങൾ പ്രിയപ്പെട്ടവർ ആലോചിക്കാം, നല്ലതാണ്. ഞാൻ പറയും, ലവ് മാരേജിനേക്കാളും നല്ലത് അറേഞ്ച്ഡ് മാരേജസ് ആയിരിക്കും. എന്നുവെച്ചാൽ ഈ ആണും പെണ്ണും ഒരുമിച്ച് കൂടി തീരുമാനിച്ച് കല്യാണം നടക്കുന്നതിനേക്കാൾ നല്ലത് മാതാപിതാക്കളോ ബന്ധപ്പെട്ടവരോ അഭ്യുദയകാംക്ഷികളോ ചേർന്ന് ആലോചിച്ച് തരുന്ന ആലോചനകളായിരിക്കും നല്ലത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ നന്നായിട്ട് വന്ന ലവ് മാരേജസ് കാണുമായിരിക്കും. ഞാനത് സാന്ദർഭികമായി പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് ഏതായാലും വിധേയപ്പെട്ടിരിക്കണം. എൻ്റെ ഇഷ്ടമല്ല കർത്താവേ നിൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. കാരണം എനിക്ക് ഈ ഭൗതിക ജീവിതം കൊണ്ട് തീരുന്നില്ല എൻ്റെ ജീവിതം. എനിക്ക് ഈ ലോക ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ട്, നിത്യതയുണ്ട്. ആ നിത്യതയിലേക്ക് ഞാൻ പ്രയാണം ചെയ്യുകയാണ്. ആ നിത്യ ജീവിതത്തിൽ ഞാൻ നരകവിധിയിലേക്ക് പോകാൻ ഇടവരരുത്. ആ നിത്യജീവിതത്തിൽ ഞാൻ നരകത്തിൻ്റെ ഭീകരതയിലേക്ക് പോകാൻ ഇടവരരുത്. നരകത്തിൻ്റെ ഭയാനക യാതനയിലേക്ക് പോകാൻ ഇടവരരുത്. അതുകൊണ്ട്
ഇപ്പോൾ ഞാൻ കർത്താവേ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നാഥ, നിനക്ക് ഹിതമാണെങ്കിൽ എനിക്ക് സാധിപ്പിച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലധികം പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ വിശ്വസിക്കൂ? നിങ്ങൾ ഒരിക്കലും ഞാനിത് ചെയ്യും എന്ന് നിങ്ങൾ അഹങ്കരിച്ച് പറയരുത്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. നാളത്തേത് അറിയുന്നില്ല. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇന്ന് നമുക്കൊരവസരം കിട്ടിയിരിക്കുകയാണ്. ഇന്ന് നാളത്തേത് നമുക്കുള്ളതല്ല. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി. അത് കഴിഞ്ഞുപോയി. ചരിത്രമാണ്. ടുമോറോ ഈസ് എ മിസ്റ്ററി. നാളെ എന്താണ് ആർക്കറിയാം. ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഇന്ന് ഒരു ദാനം എനിക്ക് കിട്ടിയിരിക്കുന്നു. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഇന്നലത്തേത് ഒരു ചരിത്രമായി തീർന്നു. നാളത്തേത് എന്താണെന്നിട്ട് അറിഞ്ഞുകൂടാനും രഹസ്യമാണ്. ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഇന്ന് അതൊരു ദാനമാണ്. ദൈവം തന്ന സമ്മാനമാണിന്ന്. ദൈവം തന്ന സമ്മാനം. ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഹിതം പോലെ എന്നെ നടക്കണമേ. നിൻ്റെ ഇഷ്ടം എന്നെ നിവർത്തിക്കണമേ. എനിക്ക് എൻ്റേതായൊരു ആഗ്രഹമില്ല. കർത്താവെ, ഞാൻ കാണുന്നു ഗോകുൽത്തായിലെ കുരിശിൽ, കർത്താവെ, നീ കുരിശിൽ മരിച്ചപ്പോൾ നിന്നെ തന്നെ ത്യജിക്കുകയാണല്ലോ ചെയ്തത്. തന്നെ ത്യജിച്ചല്ലോ, തന്നെ ഉപേക്ഷിച്ചല്ലോ, ഭാവി ഉപേക്ഷിച്ചല്ലോ, ഭാവിയിലേക്ക് ഒന്നും കരുതിയില്ലല്ലോ. കർത്താവെ, തന്നെ ത്യജിച്ചു. എന്തിന്? കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ നിത്യജീവന് വേണ്ടി, എനിക്ക് നിത്യരക്ഷ തരുന്നതിന് വേണ്ടി, എൻ്റെ പാപക്കറകൾ കഴുകുന്നതിന് വേണ്ടി, എൻ്റെ നാളെ ദൂരന്ന് പോയ സകല പാപങ്ങളും കഴുകി എന്നെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നീ കുരിശിൽ മരിച്ചു എന്നും തിരക്തം എനിക്ക് വേണ്ടി ചിന്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് വിടർത്തുവാനും പിശാചിൻ്റെ ബന്ധത്തിൽ നിന്ന് അഴിച്ചുവിടുവാനും വേണ്ടി നീ കുരിശിൽ കെട്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എന്നെ നീ കൈക്കൊള്ളണമേ. ഇപ്പോൾ ഞാൻ കുരിശിലേക്ക് നോക്കട്ടെ കർത്താവേ. കുരിശിൽ രക്ഷ ഞാൻ കാണട്ടെ കർത്താവേ. കുരിശിൽ സ്നേഹം ഞാൻ കാണട്ടെ. ആ സ്നേഹം എൻ്റെ മേൽ ഒഴുകി വരണമേ. എന്നെ തലോടണമേ, എന്നെ തടകണമേ കർത്താവേ. ആ കുരിശിലെ സ്നേഹം എന്നെ താലോടി കർത്താവേ എന്നെ അനുഗ്രഹിച്ച് എന്നെ എഴുന്നേൽപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവൻ്റെ തിരുവഴികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന് നടത്തിപ്പുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവെ തൃക്കരം വെച്ച് ആശീർവദിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. മനോഭാരത്തിലിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. മനസ്സ് നൊന്ത് വിങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. കർത്താവെ, എല്ലാവരെയും നിത്യജീവന തുറമുഖത്തേക്ക് അടുപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.